ഹലോ, ഇതാട്ടോ അപ്പു, ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. അങ്ങോട്ട് വാതോരാതെ നമുക്ക് പറയാനുണ്ട്. അതിനും വലിയൊരു സംഭവമാണ് നമ്മുടെ അപ്പു. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ സാധനം, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. നല്ല അനുസരണയാണ് ഈ സാധനത്തിന്. ഇപ്പം ഞാൻ വിളിക്കുന്നത് കുളിക്കാൻ വാടാന്നും പറഞ്ഞ് വിളിക്കുന്നതാണ്. എനിക്ക് കുളിക്കണ്ട എന്നും പറഞ്ഞ് കാണിച്ചതാണ് ആ കാണുന്നത്. പാറു എന്നപ്പോൾ പാറുവിനെ കുറച്ച് അങ്ങോട്ട് ഓടിച്ചു. പിന്നെ ഒരു ഗുണം, വീട്ടിൽ മനുഷ്യന്മാരെ കണ്ട ഇവന് ഒരാൾ വന്നാലും അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു കുര പോലും ഇല്ലാത്ത സാധനം. ആ സ്ഥാനത്ത് ഒരു കുഞ്ഞു പൂച്ച, ഒരു പരിച്ചാഴി, ഒരു എലിക്കുഞ്ഞ്, ഇതൊക്കെ പോണ കാണുമ്പോൾ എൻ്റെ പൊന്നോ, വീട്ടിൽ കള്ളം കയറിയ അവസ്ഥയാണ് അപ്പൂൻ്റെ വിലയില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു പൂച്ച എലിയിൽ നിന്നും ഇങ്ങോട്ട് കിടത്തി കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് ദൈവം ആരോ വന്നോളൂ. ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല. ഒരില അനങ്ങിക്കഴിഞ്ഞാൽ അപ്പൂന് പേടിയാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. ഞങ്ങൾക്ക് ഇറച്ചി മാത്രം മതി. ചോറെന്ന് പറഞ്ഞ സാധനം വേണ്ട. നമ്മൾ ചോറും ഇറച്ചിയും കൂടിയും കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചോറൊരു വശത്ത് ഇറച്ചി തപ്പി പെറുക്കിയെടുക്കുക. അതാണ് അങ്ങനത്തെ ഒരു സാധനമാണ് ഈ അപ്പുക്കുട്ടൻ. പിന്നെ അയൽവക്കത്തെ വീട്ടിൽ ഇപ്പുമായിട്ടാണ് പിന്നുള്ള പരിപാടി മൊത്തം. അവൻ്റെ വിചാരം ഇപ്പു ആ പെൺപട്ടിയാണെന്നായിരുന്നു ആദ്യം വിചാരം. ഇപ്പോൾ ആൺപട്ടിയാന്ന് അവൻ അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. വലിയ മൈൻഡൊന്നും ഇല്ല അതുകൊണ്ട്. പക്ഷേ ഇപ്പു കിടന്ന് കുറച്ചാലും അപ്പു വലിയ മൈൻഡൊന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ഞാൻ കുളിക്കാൻ നേരത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ആശാനും മനസ്സിലായത്, ഇതിനാണോ എന്നെ വിളിച്ചത്, ഇത് നേരത്തെ നിനക്കൊന്ന് പറഞ്ഞുകൂടെ എന്നുള്ള മട്ടിലാണ് ആ നിപ്പും പാവം കേട്ടോ. കാരണം ചൂടല്ലേ, ചൂടത്ത് ഒന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ എന്താ സുഖം. പിന്നെ ആശാൻ അങ്ങോട്ട് നിന്ന് തന്നു കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്തോന്നുള്ള മട്ടിലായിട്ടോ. എൻ്റെ മുഖത്ത് മാത്രം വെള്ളം ഒഴിക്കരുത്, ബാക്കി എവിടെ ഒഴിച്ചാലും എന്തൊരു സുഖം. നിൽപ്പ് കണ്ട. ഞാൻ വെള്ളം മാറ്റി പിടിക്കുമ്പോൾ ആശാൻ കുറയായിരുന്നു. പിന്നെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തുടങ്ങിയില്ല അടുത്ത അംഗം വിട്ട് വിശപ്പിൻ്റെ വിളി വന്നേക്കായിരുന്നു അവന്. പിന്നെ അവനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ആശാൻ ഉണങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല ഇവനെയും കൊണ്ട്. പക്ഷെ ഇവനെ ഒരു നേരം ഒന്നും മിണ്ടാതിരുന്നാൽ നമുക്ക് എന്തോ വീട്ടിലൊരാളില്ലാത്ത മട്ട കേട്ടോ. ചിലപ്പോഴൊക്കെ വയ്യായി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്, എന്താ പറ്റിയെന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അപ്പൂനെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനത്തെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ചെരുപ്പ് അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അഴിച്ചു വിട്ട ചെരുപ്പെന്ന് പറഞ്ഞ സാധനം നോക്കണ്ട. പിന്നെ എത്ര ജോഡി ചെരുപ്പുകൾ അവൻ കളഞ്ഞതെന്നറിയോ. അത്രയ്ക്ക് മിടുക്കനാണ് ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. ചെരുപ്പിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സുകൾ തന്നെ അവൻ തുടങ്ങും വേണമെങ്കിൽ. അങ്ങനെ ഓരോ മൂലക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഓരോ ചെരുപ്പുകൾ പൊട്ടിച്ച്. അവനെ പേടിച്ച് ഇപ്പോൾ ചെരുപ്പുകളെല്ലാം വീടിൻ്റെ അകത്താണ്. പുറത്തിടേണ്ട ചെരുപ്പ് എല്ലാം വീടിൻ്റെ അകത്തിടും അവൻ അഴിച്ചിടാൻ നേരത്ത്. അതാണ് അവൻ്റെ കാര്യം. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ അപ്പൂൻ്റെ വിശേഷം. അപ്പൂന് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.